ഹലോ ഗൈസ്, ഇന്ന് ഞാൻ വെറുതെ ഇരുന്നപ്പോൾ ഒരു ക്രാഫ്റ്റ് ചെയ്താലോന്ന് വിചാരിച്ചു. വെറുതെ ഇരിക്കുമ്പോഴൊക്കെ ഞാൻ ക്രാഫ്റ്റ് ചെയ്യാറുണ്ട്. അതേപോലെ ഇന്ന് വെറുതെ ഇരുന്നപ്പോൾ ഞാനൊരു പസിൽ ഉണ്ടാക്കി. ഇത് നമുക്ക് ഇഷ്ടമുള്ളവർക്കൊക്കെ കൊടുക്കാം. ഇത് നമ്മളിങ്ങനെ സോൾവ് ചെയ്യുന്ന ഒരു പസിലാണ്. ഇത് ഞാൻ പിൻട്രസ്റ്റിലൊക്കെ കണ്ടിട്ട് ഞാൻ ലൈക്ക് ചെയ്ത് വെച്ചുള്ള സംഭവമായിരുന്നു കേട്ടോ. ഇത് കുറച്ചും കൂടി രസമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നല്ല വൈറ്റ് കളർ ഷീറ്റ് വേണം. പക്ഷേ എൻ്റെ ഇപ്പോൾ ഈ ബ്ലൂ ഷീറ്റേ ഉള്ളൂ. അപ്പോൾ എന്ത് കരുതി ഉള്ളതുകൊണ്ട് ഉണ്ടാക്കുന്നതാണല്ലോ ക്രാഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ബ്ലൂ ഷീറ്റും പിന്നെ ഒരു ബ്ലാക്ക് കളർ മാർക്കറും പിന്നെ ഒരു കത്രികയും. റെഡാണ് നമ്മുടെ ഈ സംഭവത്തിൻ്റെ ഒരു തീം എന്ന് പറയുന്നത്. റെഡ് കളർ പെന്നും ഒരു പെൻസിലും പിന്നെ ആവശ്യമെങ്കിൽ മാത്രം എറേസറും. നമ്മുടെ പസിലിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് റൗണ്ടാണ്. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ കോമ്പസാണ് എടുത്തത്. നിങ്ങളുടെ കയ്യിൽ കോമ്പസിലേക്ക് നിങ്ങൾ വിഷമിക്കേണ്ട. പല പ്ലേറ്റുകൾ യൂസ് ചെയ്തിട്ട് നമുക്കിത് മാർക്ക് ചെയ്തെടുക്കാവുന്നതാണ്. പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് നമുക്ക് ഒട്ടിച്ചെടുക്കണമല്ലോ. അപ്പോൾ ഫെവിക്കോളും കൂടി ഇരിക്കട്ടെ. ആൻഡ് നമ്മളിത് സംഭവത്തിലേക്ക് കിടക്കാൻ പോകണം. നമ്മൾ ഷീറ്റൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് നമ്മൾ കോമ്പസിൽ പെൻസിൽ, എൻ്റെ ഇപ്പോൾ ഈ വലിയ പെൻസിലുള്ളൂ കേട്ടോ. ഇതിൽ ചെറിയ പെൻസിൽ വയ്ക്കേണ്ട ആവശ്യമില്ല. പക്ഷേ എൻ്റെ വലിയ പെൻസിലുള്ളൂ, അതുകൊണ്ട് നമ്മൾ അത് തന്നെയാണ് എടുത്ത് വെക്കുന്നത്. ഈ വലിയ പെൻസിൽ വെച്ചുകൊണ്ട് തന്നെ എനിക്ക് വട്ടം ഇടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ കുഴപ്പമില്ല, നമുക്ക് ചെയ്തേ പറ്റൂ. ഇതിനങ്ങനെ മെഷർമെൻ്റ് ഒന്നുമില്ല. വലിയ റൗണ്ടിൽ നിന്ന് ചെറിയ റൗണ്ടിലേക്ക് ഒരു 5 എണ്ണം വരച്ചെടുക്കുക എന്നുള്ളത് മാത്രമാണ്. വീഡിയോയിൽ കാണുന്ന പോലെ ഇങ്ങനെയാണ് നമുക്ക് റൗണ്ട് ഇട്ട് കിട്ടിയത്. ഒരെണ്ണം ഞാൻ വേറൊരു ഷീറ്റിൽ വരച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ അടുത്ത ആയുധമൊക്കെ ആയിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. നമുക്കത് കട്ട് ചെയ്തെടുക്കണമല്ലോ. അങ്ങനെ ഞാൻ എൻ്റെ റൗണ്ടെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൽ നോക്കുമ്പോൾ അയ്യോ ഇതിലൊരെണ്ണത്തിനെ കാണുന്നില്ലല്ലോ. അതേ ചെറിയ സാധനത്തിന് നമ്മളിപ്പോൾ മിസ്സായിക്കേനെ. അപ്പം നമ്മളിത് ഇങ്ങനെ 5 എണ്ണം നമ്മൾ റൗണ്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 5ാമത്തെ ഒന്ന് തൊട്ടപ്പുറത്തിന് ഇരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ മെഷർമെൻറ്റ് വലുതിൽ നിന്ന് ചെറുതിലേക്ക് എന്നുള്ള രീതിക്ക് നമ്മളിങ്ങനെ എടുത്ത് സെറ്റാക്കി വെക്കണം. ദെൻ അതിൻ്റെ നടുക്ക് നമ്മളൊരു ഹോൾ ഇട്ട് കൊടുക്കണം. ഇനി നമുക്ക് ചെറിയൊരു പീസ് ഷീറ്റും കൂടി എടുത്തതിന് ശേഷം അതിലൊരു നല്ല ഭംഗിക്കൊരു ഹാർട്ട് വരഞ്ഞു കൊടുക്കുക. ആൻഡ് ആ ഹാർട്ടിൻ്റെ അകത്ത് ഫുള്ളായിട്ട് റെഡ് കളറ് ചെയ്ത് കൊടുക്കുക. എന്ത് രസമല്ലേ കാണാൻ. ഇനി നമുക്ക് ഹാർട്ട് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഇനി നമ്മൾ സീസേഴ്സ് എടുത്തിട്ട് നമുക്കത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഇതേപോലെ ഹാർട്ട് കിട്ടും കേട്ടോ. ഇനി ഹാർട്ട് കൊണ്ട് എന്താ ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് പറഞ്ഞുതരാം. ഇനി ഒരു വൈറ്റ് പേപ്പർ എടുക്കുക. വലിയ കട്ടിയൊന്നും വേണ്ട കേട്ടോ. എന്നിട്ട് ഒരു ഈർക്കിലെയോ നീഡിൽ എന്തെങ്കിലും വെച്ചിട്ട് അത് നമുക്ക് റോൾ ചെയ്തെടുക്കാം. അത്യാവശ്യം ലെങ്ത്തുള്ളൊരു പേപ്പർ റോളായിട്ട് നമുക്കത് കിട്ടും കേട്ടോ. അപ്പോൾ ഇത്രയും ലെങ്ത്തിൽ നമുക്ക് ആവശ്യമില്ല. അതിൻ്റെ അകത്തുള്ളൊരു നീഡിൽ നമ്മൾ എടുത്തതിന് ശേഷം നമുക്കത് ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഒട്ടിച്ചു കൊടുത്ത ഈ പേപ്പർ റോള് ഒരു പകുതി ഭാഗം നമുക്ക് കട്ട് ചെയ്തിട്ട് ഈ ഹാർട്ട് നേരെ അതിൻ്റെ ബാക്കിലായിട്ട് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ പസിലിൻ്റെ റൗണ്ടിലേക്ക് നമ്മൾ ഇത് കയറ്റി കൊടുക്കണം. അപ്പോൾ കയറ്റി കൊടുത്തു കഴിഞ്ഞാൽ ചെറുതായിട്ടൊരു ലൂസിൽ വേണം കയറ്റി കൊടുക്കാൻ. എങ്കിൽ ഈ പസിൽ നമുക്ക് കറക്കാൻ പറ്റുള്ളൂ. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ളത് നല്ല ഭംഗിയിൽ അതിൽ എഴുതി കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ അകത്ത് കളറൊക്കെ ചെയ്ത് കുറച്ച് ഹാർട്ടൊക്കെ വരഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും. കിട്ടി സംഭവം സക്സസ് ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും